സുഹൃത്തേ, ഇന്ന് ഞാൻ ചോദിച്ചത് ഓണമല്ലേ? ഓണമൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നോക്കിയത് മറ്റൊന്നും നോക്കിയില്ല. ഇന്ന് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ഫ്യൂച്ചർ നിങ്ങളെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചത്. ഒരു ചെറിയ റീഡിങ് ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ വളരെ നല്ല എനർജിയാണ്. വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടും വളരെ നല്ലൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വെൽത്ത് പരമായിട്ട് സ്ഥലം മോശമാണ്. 5 പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ശകലം കഷ്ടപ്പാട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ റിലേഷൻഷിപ്പാണ് ചോദിച്ചത്. റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് റിലേഷൻഷിപ്പ് ശകലം അതും മുഖം തിരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ കക്ഷിയും തൽക്കാലം ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങളുടെ ക്ലയൻറ്റ്, അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കിട്ടിയത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എന്തോ നിങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ട്. എന്തോ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് നിങ്ങൾ ശകലം മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. അപ്പോൾ ഇതാ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വലിയ റീഡിംഗ് ഒന്നുമല്ല, ചെറിയ റീഡിംഗ് എടുക്കുന്നുള്ളൂ. ഓണമായതുകൊണ്ട് ഇന്നലെ ഇട്ടില്ല, സമയം കിട്ടിയില്ല. ഇവിടെ മുഴുവൻ ബഹളം സൗണ്ടൊക്കെ ആയതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ ഇതാണ് ചെറിയ റീഡിംഗ് ഇടുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എത്രമാത്രം റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. നിങ്ങൾ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നല്ല സന്തോഷത്തിലാണ്, സാമ്പത്തികമായിട്ട് ശകലം ബുദ്ധിമുട്ടിലാണ്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശകലം നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നുണ്ട്, നല്ല ഫിനാൻസ് വരുന്നുണ്ട്. ഇതാ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം, അത് നല്ലൊരു പ്രയറാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. തന്നെയല്ല, നമുക്ക് വളരെയധികം മാനസികമായിട്ട് വളരെ ശാന്തത കിട്ടും, മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. മറ്റുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രാർത്ഥന. എന്തായാലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളായിരിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനിലെയും കടന്നു പോകാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ എപ്പോഴും സ്ഥിരതയുള്ളായിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. ഈ റീഡിങ് കാണുന്നത് തന്നെ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ലൈക്ക് ആൻഡ് കമൻറ്റ്.